നെടുമ്പാശ്ശേരിയിൽ യുവാവ് കാറിടിച്ച് മരിച്ച സംഭവം കൊലപാതകമെന്ന സംശയം. തുറവൂർ സ്വദേശി ഐവിൻ ജിജോ ആണ് മരിച്ചത്. ഐവിൻ സഞ്ചരിച്ച ബൈക്കിൽ കാർ ഇടിക്കുകയായിരുന്നു. കാറിലുണ്ടായിരുന്നവരുമായി വാക്കുതർക്കം ഉണ്ടാവുകയും കാർ ഇടിപ്പിച്ചതുമാണ് എന്ന സംശയമുണ്ട്. കാറിലുണ്ടായിരുന്നവർ കസ്റ്റഡിയിൽ എന്നുമുള്ള സൂചനകൾ പുറത്തുവരുന്നു. കൊച്ചിയിൽ നിന്നാണ് ഉമേഷ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ഉമേഷ്, ഇത് എന്താണ് സംഭവം? ഇത് എപ്പോഴുണ്ടായ അപകടമാണ്? ഇങ്ങനെ കൊലപാതകമാണോ എന്നൊരു സംശയത്തിലേക്ക്, നിഗമനത്തിലേക്ക് എത്തുന്നതിനുള്ള വസ്തുതകൾ എന്താണ് അതിനുള്ള ആധാരം? ഇന്നലെ രാത്രി 10:30-ക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. നെടുമ്പാശ്ശേരി നായത്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അപകടം നടക്കുന്നത്. ബൈക്കിൽ സഞ്ചരിച്ച യുവാവിനെ കാറ് ഇടിക്കുകയായിരുന്നു. ഈ കാറ് ഓടിച്ചിരുന്നത് CISF ഉദ്യോഗസ്ഥരാണ് എന്ന വിവരവും ലഭിക്കുന്നുണ്ട്. ഇത് പിന്നീട് ഈ പോലീസാണ് ഈ യുവാവിനെ രക്തമാർന്ന് കിടക്കുന്ന നിലയിൽ യുവാവിനെ കാണുകയും പിന്നീട് അങ്കമാലി ആശുപത്രിയിൽ എത്തിക്കുകയും ഒക്കെ ചെയ്തത് പോലീസാണ്. പോലീസ് അന്വേഷണത്തിലാണ്. ഇത് CCTV ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന നടത്തിയപ്പോഴാണ് ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയ അപകടമാണ് എന്ന് പോലീസ് തിരിച്ചറിയുന്നത്. അതായത് ഈ നെടുമ്പാശ്ശേരിയിലെ തന്നെ CAFS എന്ന് പറയുന്ന ഒരു എയർലൈൻ കാറ്ററിംഗ് സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് തുറവൂർ സ്വദേശിയായ ഐവിൻ ജിജോ. ഈ ഐവിൻ ഇന്നലെ ജോലി കഴിഞ്ഞ് പോകും വഴിയാണ് ഈ അപകടം നടന്നത്. ഈ കാറിലുണ്ടായിരുന്നവരുമായി ഈ വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു തർക്കം ഉണ്ടാവുകയും ആ തർക്കത്തിന് ശേഷം ഈ കാറ് ഈ ഐവിന് നേരെ ശക്തിയായി ഇടിച്ച് കുറച്ചു ദൂരം ഇയാളെ ബോണറ്റിൽ ഇങ്ങനെ കൊണ്ടുപോയി എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ശക്തിയായി ഇടിപ്പിച്ച് തെറിപ്പിച്ച് അങ്ങനെയാണ് ഈ ഐവിൻ ജിജോയുടെ മരണം സംഭവിക്കുന്നത് എന്നാണ് പോലീസ് ഇപ്പോൾ നിഗമനത്തിലെത്തിയിരിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് അങ്ങനെ ഒരു തോന്നൽ പോലീസിന് ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ കാറിലുണ്ടായിരുന്നയാളെ രണ്ടുപേരുണ്ടായിരുന്നു. അതിലൊരാൾ മുങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. രണ്ടാമത്തെ ആളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഇയാളെ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. നിലവിൽ പോലീസിന്റെ സംശയം ഇത് കൊലപാതകമാണ് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും കൂടുതൽ അന്വേഷണം പോലീസിന് നടത്തേണ്ടതുണ്ട്. CCTV ദൃശ്യങ്ങൾ പോലീസിന്റെ കൈവശമുണ്ട്. ഈ മരിച്ച ഐവിൻ ജിജോയുടെ മൃതദേഹം അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലാണുള്ളത്. ഇനി ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പോലീസിന് നിർവഹിക്കേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടുതൽ വ്യക്തത വരും എന്ന് പോലീസ് കരുതുന്നു. ഏതായാലും നിലവിൽ ഇതൊരു കാർ മനഃപൂർവ്വം ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയതാണ് എന്ന സംശയത്തിൽ തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കാർ ഓടിച്ചിരുന്നയാളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നത്. അതെ ഉമേഷ്, ഈ പ്രാഥമികമായ നിഗമനങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ്. കാരണം ഈ കാറിൽ ഉണ്ടായിരുന്നവരുമായി അപ്പോഴുണ്ടായ ഒരു തർക്കം മാത്രമാണോ അതോ മുൻ പരിചയം ഉണ്ടായിരുന്നവരാണോ ഇവർ എന്നതൊക്കെ അറിയേണ്ടിയിരിക്കുന്നുണ്ട്. ആ വിധത്തിലുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. ഐവിന്റെ ബന്ധുക്കളുമായും ഒക്കെ സംസാരിച്ചിട്ടുണ്ടാകുമല്ലോ പോലീസ് ഇതിനോടകം? ഉണ്ട്, ഐവിന്റെ ബന്ധുക്കളുമായൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ പിതാവ് ഈ അങ്കമാലിയിലെ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. ഫിസിയോതെറാപ്പിസ്റ്റിന്റെ മകനാണ് ഐവിൻ ജിജോ. ഈ ഇന്നലെ അപ്രതീക്ഷിതമായാണ് ഈ സംഭവം ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. കാർ ഓടിച്ചിരുന്നവരുമായി ഇയാൾക്ക് ഒരു തരത്തിലുള്ള മുൻപരിചയവും ഉള്ളതായി ഇതുവരെ പോലീസിന് വിവരമില്ല. ഏതായാലും അപ്പോഴുണ്ടായ തർക്കം, ഈ വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം ഉണ്ടാവുകയും അത് അവരെ പ്രകോപിപ്പിക്കുകയും അങ്ങനെ കാറ് ഇയാളെ ഇടിപ്പിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന്റെ കണ്ടെത്തൽ. അത് വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇതിന് സാക്ഷികൾ ആരെങ്കിലും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പോലീസിന് കാണേണ്ടതുണ്ട്. CCTV ദൃശ്യങ്ങൾ ഇതിനകം തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് വിശദമായി പരിശോധിച്ചു വരികയാണ്. ഒപ്പം ഈ CISF കസ്റ്റഡിയിലുള്ളയാളെ ചോദ്യം ചെയ്യണം. അയാള് ഇത് ഇത്തരത്തിൽ കാർ ഇടിപ്പിക്കുക തന്നെ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത പോലീസിന് വരുത്തേണ്ടതുണ്ട്. ഏതായാലും നിർഭാഗ്യകരമായ ഒരു സംഭവമായി തന്നെയാണ് പോലീസ് കാണുന്നത്. അതിനെ ഗൗരവത്തിൽ തന്നെ പോലീസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉടൻ തന്നെ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. മറ്റ് ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ വരും മണിക്കൂറുകളിൽ നടക്കുകയും ചെയ്യും. ശരി, ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഈ ബൈക്ക് അപകടത്തിലാണ് മരിച്ചത് എന്നതാണ് കരുതിയിരുന്നെങ്കിലും പിന്നീട് അതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. അതിനു മുൻപ് ഒരു കാറിലുള്ള ആളുകളുമായി തർക്കമുണ്ടായി. ആ കാറ് ഇടിച്ചാണ് കൊലപ്പെടുത്തിയതാണോ എന്നുള്ള സംശയമുണ്ട്. അവർ പിടിയിലായിട്ടുണ്ട് എന്നുള്ള സൂചനകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത മണിക്കൂറുകളിൽ അതിൻ്റെ കൃത്യമായ വിവരങ്ങളിലേക്ക്, നിഗമനങ്ങളിലേക്ക് എത്താൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.